ED, VD, KD, മോഡി എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന സംഭവങ്ങളാണ് ED കൊണ്ട് ശത്രുക്കളെ വേട്ടയാടുക, രാഷ്ട്രീയ ആയുധമായി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുക. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടത് അരവിന്ദ് കെജ്രിവാൾ, ഓക്കെ. അതിൻ്റെ മുന്നേ കണ്ടത് DK ശിവകുമാർ, കോൺഗ്രസിന്റെ ശക്തനായ കോടീശ്വരനായ DK ശിവകുമാർ. ഡൽഹിയിലെ ആം ആദ്മിയുടെ കെജ്രിവാൾ. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും, ഒരു മരിച്ചുപോയ രാഷ്ട്രീയം മാറ്റി നിർത്തുകയാണെങ്കിൽ ഒരു ബിൽഡറായിട്ടുള്ള CJ റോയ്, ED. അപ്പോൾ ED ഒരു ആയുധമായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തറപ്പിച്ച് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് പൊളിറ്റിക്സ്, അപ്പാർട്ട് ഫ്രം പൊളിറ്റിക്സ് പറയുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് പറയാൻ പറ്റും ഇല്ല എന്ന്. പൊളിറ്റിക്കലി പറയുവാണെങ്കിൽ കുറച്ച് സമയം എടുത്ത് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇല്ല എന്ന്. കാരണം ഈ ED അന്വേഷിച്ച കേസുകൾ, നമുക്ക് ഡയറക്റ്റ് കാര്യത്തിലേക്ക് പോകാം, വളച്ചുകെട്ടൊന്നുമില്ല. ED അന്വേഷിച്ച കേസ് കെട്ടുകൾ, ഡൽഹിയിലെ കെജ്രിവാളിന്റെ കേസ് എടുത്തു, ലാസ്റ്റ് ഉണ്ടായതാണല്ലോ. ഒരുപാട് അഴിമതി നടത്തി കെജ്രിവാള്, പിന്നെ പല മേഖലകളിലും ഒരുപാട് തട്ടിപ്പ് നടത്തി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാണ് ED തുടങ്ങിയത്. തുടക്കം ഇങ്ങനെയാണ്. ഒടുക്കം എന്താ അറിയോ, അതിനൊക്കെ ഒരുപാട് നിയമ പോരാട്ടങ്ങളും രാഷ്ട്രീയവും ഒരുപാട്. അതിനിടയ്ക്ക് പിന്നെ ഡൽഹിയെ BJP പിടിക്കുന്നു, കാര്യങ്ങൾ നടക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ നടന്നു. പക്ഷെ റിസൾട്ട് എന്താണ്? കോടതിയുടെ കണ്ടെത്തൽ എന്താണ്? കെജ്രിവാൾ നിരപരാധിയാണ്, നിരപരാധി. ഓക്കെ. കാരണം ED ഉന്നയിച്ച ഇതിലൊന്നും തെളിവുകളുടെ അഭാവത്തിലും ഇതൊന്നും സത്യസന്ധമല്ലെന്നും പറഞ്ഞുകൊണ്ട് കോടതി കെജ്രിവാളിനെ വെറുതെ വിടുന്നു. DKയുടെ കേസ് എന്താ? DK ശിവകുമാർ ഒരുപാട് പ്രശ്നങ്ങളാണ്, കാര്യങ്ങളാണ്, അങ്ങനെയാണ്, അഴിമതിയുണ്ട്, ഹവാല ഇടപാട്, മറ്റേ ഇടപാട്, മറിച്ച ഇടപാട് എന്നൊക്കെ പറഞ്ഞ് വൻ വിഷയങ്ങളായിരുന്നു. അദ്ദേഹത്തെയും ലാസ്റ്റ് കേസ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, പക്ഷേ ഇതിൽ ഉള്ളിലാക്കിയിട്ടില്ല. ഇനി CJ റോയിയുടെ കാര്യം എടുത്തോളൂ. രാഷ്ട്രീയം ഇല്ലെന്ന് പറയുന്നു, ഇല്ല, ഉണ്ടാവില്ല, ഇന്റേണൽ പൊളിറ്റിക്സ് ആകാം. അദ്ദേഹം ദുബായിൽ നിന്ന് ഒരുപാട് കച്ചവടങ്ങൾ നടത്തുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, ED വരുന്നു. അത് ആരോ എന്തോ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ CJ റോയ് അതിന് വഴങ്ങിയിട്ടുണ്ടാവില്ല. പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ടാവും, അതിന് CJ റോയ് വഴങ്ങിയില്ല. പിന്നെ നടക്കുന്ന എന്താണ്? ED വെച്ചുള്ള ആക്രമണം. ED വെച്ച് ഭയങ്കരമായ ചെക്കിങ്, ഭയങ്കരമായ സംഭവം. ഇവർക്ക് ഒരു തരത്തിലും ലോക്കാക്കുന്നു. അദ്ദേഹം പ്രഷേർഡാണ്, വളരെ തരത്തിലുള്ള EDയുടെ പ്രഷറിങ് കൊണ്ട് അതൊരു മനുഷ്യന്റെ ജീവിതം അവിടെ കഴിഞ്ഞു. ഇനി മാക്സിമം കോടതി അയാൾക്ക് മനഃശക്തിയില്ലാണ്ടായി പോയി, അയാൾ ജയിലിൽ പോയി, അല്ലെങ്കിൽ അതിനെതിരെ പോരാടിക്കാൻ ലാസ്റ്റ് തെളിവ് ഇത് പറഞ്ഞ പോലെ വരും, കെജ്രിവാളിന്റെ കേസ് പോലെ വരും. ഒന്നുമേ കിടയാതെ ഇവരുടെ കയ്യിൽ ഈ ED ഉപയോഗിക്കുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനധികം ചോദ്യവും സംസാരമൊന്നുമില്ല. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഏതെങ്കിലും ഒരു എമൗണ്ട് വന്നു, നിങ്ങൾക്ക് അതിനുള്ള ആ പേപ്പർ നിങ്ങളുടെ കയ്യിൽ അന്നേരം ഇല്ല. അതൊരു ലീഗലി വന്ന പണിയായിരിക്കും. നിങ്ങൾ എന്തെങ്കിലും വസ്തു വിറ്റതിൻ്റെയോ, നിങ്ങളുടെ കാറ് വിറ്റതിൻ്റെയോ, നിങ്ങളുടെ എന്തെങ്കിലും സാമാനം വിറ്റതിൻ്റെ ഒരു സംഭവമായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ആ സമയം ED ചോദിക്കുന്ന ആ സമയത്ത് അതിനുള്ള രേഖകൾ ഹാജരാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, ആ രേഖകളുടെ അഭാവം കൊണ്ടോ, അല്ലെങ്കിൽ ആ മറ്റേ ആളുടെ നിസ്സഹകരണം കൊണ്ട്, ആരാണോ ട്രാൻസ്ഫർ ആക്കിയ ആളുടെ നിസ്സഹകരണം കൊണ്ട്, പല ഫാക്ടേഴ്സും ഉണ്ടാവാം. അപ്പം അങ്ങനെ ഒരു ഫാക്ടർ കൊണ്ട് നിങ്ങൾക്കത് തെളിയിക്കാൻ പറ്റുന്നില്ല. അപ്പം അവരുടെ മുമ്പിൽ നിങ്ങൾ പ്രതിയാണ്. കോടതിയുടെ മുമ്പിലല്ല, EDയുടെ മുമ്പിൽ നിങ്ങൾ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുമ്പിൽ നിങ്ങൾ അസമയത്ത് ആ ഒരു ഫ്രോഡ് കാണിച്ചിട്ടുള്ള വ്യക്തിയെ പോലെയാണ് നിങ്ങളോട് അവർ പെരുമാറുക. ഓക്കെ. അപ്പം നിങ്ങളുടെ പ്രഷർ ആവും, ട്രിഗേർഡ് ആവും, ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ആത്മഹത്യയിലേക്ക് വരെ നീങ്ങാം. സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ ഫൈറ്റ് ചെയ്യും. ഇവിടെ ബേസിക് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, പിണറായിയുടെ മോള് വീണ, ഓക്കെ, അവരൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. അവർക്ക് പലതരത്തിലുള്ള ബിസിനസ് ഉണ്ടാവും. അവർക്ക് IT കമ്പനി ഉണ്ട്, അവർക്ക് പിന്നെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ലോജിസ്റ്റിക്സ് കമ്പനി ഉണ്ടാകാം.